നിലാവിൻ്റെ നീലഭസ്മ പൊറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. നമ്മളുടെയൊക്കെ മനസ്സിന് കുളിർമയേകുന്ന അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം തരുന്ന എത്ര അധികം പാട്ടുകളാണല്ലേ നമുക്ക് എം ജി രാധാകൃഷ്ണൻ സാറ് തന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിരിച്ച് ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് എം ജി രാധാകൃഷ്ണൻ സാറ് നമ്മളൊക്കെ വിട്ടുപോയ ദിവസമാണ്. പക്ഷെ ഇപ്പൊ നമ്മളെപ്പോഴും ഷാനിക്ക നമ്മൾ പറയുന്ന പോലെ ഇവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല. ഇപ്പോഴും നമ്മളെ ഒരിക്കലും പോവുകയില്ല. എത്ര കഥകളാ നമ്മൾ പറയുന്നേ. ഇപ്പൊ ദാസ് സാറും എം ജി രാധാകൃഷ്ണൻ സാറും തമ്മിലുള്ള കാര്യങ്ങളും ഒരുപാട് സ്റ്റോറീസ് നമ്മൾ ഇവിടെ തന്നെ ഡെയിലി നമ്മൾ എല്ലാ എപ്പിസോഡുകളിലും ഇവരെ പറ്റിയുള്ള കഥകളല്ല പാറു, എല്ലാം നടന്ന കാര്യങ്ങളാണ്. അത് രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു വണ്ടർഫുൾ കമ്പോസർ. നമ്മുടെ എന്താ പറയണ്ടേ, മലയാള മണ്ണിന്റെ മണമുള്ള ഒട്ടനവധി ഗാനങ്ങൾ നമ്മുടെ മലയാള സിനിമാ ശാഖയ്ക്ക് തന്നിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. എനിക്ക് പിന്നെ പേഴ്സണലി അദ്ദേഹത്തെ കുറേ അറിയാവുന്നുണ്ട്. ഈ കുടുംബമായിട്ട് തന്നെ വളരെ അടുത്ത ഒരു ബന്ധമുള്ളത് കൊണ്ടും രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഇത്രയും സരസനായിട്ടുള്ള ഒരു വ്യക്തി, അത് ഇവരുടെയൊക്കെ റെക്കോർഡിങ് കാണണം. കാര്യം ഇപ്പോൾ ദാസേട്ടൻ വന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ പാടുമ്പോൾ ആ റെക്കോർഡിങ് സാർ ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ കുറേ ഒട്ടനവധി. പിന്നെ എത്ര പാട്ടുകളാണ്, എത്ര പാട്ടുകൾ നമുക്ക്. അതുപോലെ അദ്ദേഹം ഈ ലളിതഗാന സംഗീത ശാഖ പാറുവിനൊക്കെ അറിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് നീയൊക്കെ ജനിച്ചപ്പോഴത്തേക്ക് അതൊക്കെ തീർന്നു. ഇതിന് മുമ്പുള്ള കാര്യമാണ്. ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷനിൽ ലളിത സംഗീത പാഠം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ലൈറ്റ് മ്യൂസിക് പഠിപ്പിക്കും, ഒരു കുട്ടിയെ ഇരുത്തിയിട്ട് പഠിപ്പിക്കുക. അത് കേട്ട് പഠിച്ചിട്ട് എത്രയോ പേര് പാടുന്നവരുണ്ട് ഈ മത്സരങ്ങൾക്കൊക്കെ. അപ്പോൾ എത്രയോ അതിമനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണ് രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചെയ്ത ഒരു പാട്ട് ഞാൻ 3 തവണയാണ് ഈ യുവജനോത്സവത്തിന് മത്സരിച്ചിട്ടുള്ളത്. 2 തവണയും ശങ്കര പാടി ചെവിക്ക് പിടിച്ചെടുത്ത് എന്നെ വെളിയിലെറിഞ്ഞു. 3ാമത്തെ തവണ രാധാകൃഷ്ണൻ ചേട്ടൻ കമ്പോസ് ചെയ്ത ഒരു പാട്ട് പാടിയിട്ടാണ് എനിക്ക് സ്റ്റേറ്റിൽ പ്രൈസ് കിട്ടുന്നത്. എനിക്ക് പറയാനാണെങ്കിൽ കുറേ ഉണ്ടാണ്. ഒരു നിവൃത്തിയില്ലാത്ത ഒരു ബന്ധമാണ് ചേട്ടനുമായിട്ടുള്ളത്. ഞാൻ ഒരിട്ട കാര്യം പറയത്തുള്ളൂ പാറു, ഈ ലെജൻസ് എന്ന് നമ്മൾ വിളിക്കുന്നവരൊക്കെ അവർക്കൊന്നും മരണമേ ഇല്ല. ഈ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കാതെ ഒരു ദിവസം നമുക്ക് പോകത്തില്ല. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് രാധാകൃഷ്ണൻ ചേട്ടൻ സംഗീതത്തിലൂടെ ജീവിക്കുന്നു ഇപ്പോഴും, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പൊ ഒരിക്കൽ കൂടി എം ജി രാധാകൃഷ്ണൻ സാറിന്റെ പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സാറിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പാട്ട് സെലക്ട് ചെയ്തുകൊണ്ടങ്ങ് തുടങ്ങാം. യെസ്, ജൂക്ക് ബോക്സ് റൗണ്ട്. ആരാ പാടാൻ വരുന്നതെന്ന് അറിയണ്ടേ? വലിയ പാട്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിലെ ആ വലിയ ആള്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം യെസ്. റെഡിയാണോ? ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം? അയ്യപ്പൻ. അപ്പൊ അയ്യപ്പനെ നീട്ടി ഒരു ശരണം പിടിച്ചിട്ട് അങ്ങ് സെലക്ട് ചെയ്യും. അയ്യപ്പൻ. ഓക്കെ, യെസ്, 1 2 3. ഏത് നമ്പറാ ചൂസ് ചെയ്യാൻ പോന്നെ? എണ്ണി നോക്ക, ആകെ 3 ഉള്ളൂ. 3 എടുത്താലോ? 3 എന്നോടാണ് നോക്കാം. ചിത്രം വരച്ചതിന്റെ ഹാങ് ഓവർ ഇപ്പോഴും ഇവളോട് ചോദിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. എടുത്താലോ? നോക്കാം, പിന്നെ നോക്കാല്ലേ. 3 ഓപ്പൺ ചെയ്യാം. ഓക്കെ. അറിയോ യശ്? ഇത് ട്രൈ ചെയ്യാം മാം. പാടാം. പഠിച്ചത്. എല്ലാം നോക്കാം. ഓൾ ദി ബെസ്റ്റ്.
മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോലാലോലം ആനന്ദ നൃത്തമാർന്നു ആലോലം ആനന്ദ നൃത്തമാർന്നു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരോ ആ, ബ്യൂട്ടിഫുൾ ആ, ആ. യെസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. എങ്ങനെ തോന്നി? ടെൻഷൻ ഉണ്ടായോ? കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ചില റിസ്കി പോയിന്റ്സ് ഉണ്ട് അവിടെ. അപ്പം പാടാൻ ശ്രമിച്ചു, നോക്കട്ടെ ജഡ്ജസ് എന്താ പറയുന്നത്. ഓക്കെ, കുറച്ച് റിസ്കി പോയിന്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് യശ് പറയുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ശരത് സർ. യശേ സർ, മനോഹരമായിട്ട് പാടി യശേ. താങ്ക് യു സർ. താങ്ക് യു സർ. അതിമനോഹരമായ ഒരു പാട്ട്, ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. അതുപോലെ തന്നെ ഇതിൽ എന്താണ് നമ്മളൊന്ന് ഇത് ഇച്ചിരി പോരാ എന്ന് പറയുന്നത് എന്ത് പറയാൻ പറ്റും? ONV സാറിൻ്റെ ലിറിക് അതിമനോഹരം. എന്താ പറയണ്ട, അതിനെ കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആക്കിയേക്കാണ് ജോൺസേട്ടൻ കമ്പോസ് ചെയ്ത്. പിന്നെ അത് പാടി നമ്മുടെ നെഞ്ചത്തേക്ക് എറിഞ്ഞേക്കാണ് ദാസേട്ടൻ.
അത് ഒരു മനുഷ്യൻ്റെ ആ നെഞ്ചത്ത് കൊള്ളാതെ അത് പോകത്തില്ല. അത് അങ്ങനെ ഒരു പാട്ടാണ്. അതാ മെല്ലെ മെല്ലേന്ന് അദ്ദേഹം തുടങ്ങുമ്പോഴേ അതിൻ്റെ ഒരു വൈബ് വേറെയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്തൊക്കെയാലും ചക്കര നന്നായിട്ട് പാടി, മനോഹരമായിട്ട് പാടി. ചിലയൊക്കെ അതിൻ്റെ ചരണത്തിലെ സെക്കൻഡ് ഹാഫൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. യശ, എനിക്ക് ആ തുടക്കം ഒന്ന് പാടിത്തരാമോ? മെല്ലെ മെല്ലെ യശേ, മെല്ലെ 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 അല്ലേ, മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അത് അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കണം. മെല്ലെ മെല്ലെ പാടിക്കോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. നൈസ് 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 നൈസ്. പിന്നെ ഒരു കുടന്ന നിലാവിന്റെ കുറച്ചും കൂടെ സ്പീഡാവാ. നിലാവിന്റെ ആഹാ, വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. ഒരു മുളം തണ്ടിലൂടെ അത് പാടാമോ? ഒരു മുളം അങ്ങനെ കുറച്ചും കൂടെ ക്ലാരിറ്റി. തണ്ടിലൂടൊഴുകി. അതുപോലെ അടുത്ത ലൈൻ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എല്ലാവരും പാടുമ്പോൾ സ്ട്രൈറ്റിങ് ഇതായി പിടിക്കും. അതല്ലാതെ ബൃഹായിക്ക് 2 കണക്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി പാടി. അത് പാടാമൊന്ന് കേൾക്കാൻ വേണ്ടി. ആയർ പെൺ കിടാവേ നിൻ പാൽക്കുടം. എനിക്ക് ആ പാൽക്കുടം കേൾക്കേണ്ടത്. ആയർ പെൺ കിടാവേ നിൻ പാൽക്കുടം. ആഹാ, വണ്ടർഫുൾ വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. ഒക്കെ എനിക്ക് ഇഷ്ടമായി. എനിക്ക് ആ തുടക്കം അത് യഷിന്റെ കുഴപ്പമല്ല. ആരുടെ കുഴപ്പമാണെന്നറിയാം? ദാസേട്ടന്റെ കുഴപ്പം. അപ്പൊ ദാസേട്ടാ പ്രണാം. വേറൊന്നും പറയാനില്ല. വി ലവ് യു. കഴിഞ്ഞു. ചേച്ചി യശ്, ഇതൊരു 1.5 ട്രൈ ആയിരുന്നു. ഉഗ്രമായിരുന്നു, അടിപൊളി. കാരണം ഈ ഒരു ചലഞ്ച് റൗണ്ട് ശരിക്കും ഇതാണ് പ്രേക്ഷകരെ നമ്മൾ ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പാട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ പാടുമോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അതവർ കൃത്യമായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കുറേ പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം പഠിച്ച് വന്നു എന്നുള്ളതാണ്. അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കുറേ പാട്ടുകൾ പഠിച്ചിട്ട് സാധാരണ ഒരു വേദിയിൽ വരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പഠിച്ച പാട്ട് പാടുക എന്നുള്ളതായിരിക്കും നമ്മുടെ ആഗ്രഹം. പക്ഷെ ഇത് ഇവിടെ വച്ച് തരുന്ന പാട്ട് പാടുന്നത് ഇസ് ഫാന്റാസ്റ്റിക്. അത് ഉഗ്രമായിട്ട് പാടി യശ്. എസ്പെഷ്യലി ചില ഭാഗങ്ങളൊക്കെ അക്ഷരങ്ങൾ പറഞ്ഞതും ബ്യൂട്ടിഫുൾ ആയിരുന്നു. യഷിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഫാന്റാസ്റ്റിക് ഇംപ്രൂവ്മെന്റ് ആണ്. നമ്മുടെ ഓർക്കസ്ട്ര പറയാതിരിക്കാൻ വയ്യ. ശരിക്കും ജോൺസൺ മാഷിന്റെ പാട്ടുകൾ വായിക്കുമ്പോൾ ഞങ്ങളെ വേറെ തന്നെ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ്. അത് മനോഹരമായിട്ട് പാടി എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഗോഡ് ബ്ലെസ് യു. യശ് സർ ഉഗ്രനായിട്ട് പാടി യശ്. ബിക്കോസ് ദാസറിനെ പറ്റി ശരത്തേട്ടൻ എപ്പോഴത്തെയും പോലെ വാദോരാതെ ഇങ്ങനെ അത് പറഞ്ഞാലും തീരില്ല. കാരണം അങ്ങനത്തെ ഒരു ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് അച്ചീവ് ചെയ്ത ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ വർക്കും ചെയ്തു തല്ലും കൂടിയ ഒരാൾ എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി ഒരുപാട് കഥകളുണ്ടാവും. ഞാൻ നോക്കുന്നത് ജോൺസൺ മാഷയാണ്. എല്ലാ പാട്ടുകളും ഈ പറഞ്ഞ പോലെ ഒരു ഏർത്തി ഫീലാണ്. എല്ലാം ഈ മണ്ണിന്റെ മണമുള്ള പാട്ട് എന്ന് പറയുന്ന പോലെ എന്തൊരു കോമ്പോസിഷനാണിത്. ഇപ്പോഴും അതിന്റെ ഫ്രഷ്നെസ്, ആ മെലഡിയുടെ ഒരു ഫ്രഷ്നെസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. പിന്നെ എനിക്ക് ആകെ തോന്നിയത് യശ്, ബാക്കി എല്ലാം നീ അഗ്രനായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഒതുക്കാമായിരുന്നു. കാരണം മെല്ലെ മെല്ലെ ഒതുക്കിയതാണല്ലോ. അപ്പൊ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഒതുക്കാമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ അങ്ങനെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഉഗ്രൻ സോങ് സെലക്ഷൻ, അത് എങ്ങനെ അത് മടിയിൽ വന്ന് വീണു എന്നുള്ളത് എന്തോ ഒരു വലിയൊരു ഭാഗ്യം. ഉഗ്രൻ സോങ് ആൻഡ് ഉഗ്രനായിട്ട് തന്നെ പാടി യശ്. വേറെ അങ്ങ് കൂടുതലൊന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്, കീപ് വർക്കിംഗ് ഹാർഡ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഫാമിലി റൗണ്ടിൽ നല്ല മാർക്സ് സ്കോർ ചെയ്തു. ഇനി ജൂക്ക് ബോക്സ് റൗണ്ടിൽ എത്രയാണെന്ന് നോക്കാം. ചേച്ചി യഷിന് ഈ പെർഫോമൻസിന് 9.1234567. സൂപ്പർ. ശരത് സർ 9.6. ഷാനിക്ക ഒട്ടും കുറയ്ക്കില്ല. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 19.3. സൂപ്പർ. ലാസ്റ്റിലെ കുറച്ചുകൂടെ ഒരു പോയിന്റ് കൂടി അല്ലേ? ഒരു പോയിന്റ് കൂടിയിട്ടുണ്ട്. അങ്ങനെ വേണം. കൂടട്ടെ. പ്രോഗ്രസ് വേണം. ഹൈയസ്റ്റ്. അടിപൊളി. സൂപ്പർ.
താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു അമൃത്വേണി ലൈഫ് സ്പീഡ് സൂപ്പർ സ്റ്റാർ സീനിയർ പവർഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് UGS ഗോൾഡ് ലോൺ ആൻഡ് ഈസ്റ്റേൺ. ജഡ്ജസ്, Yes. നമുക്ക് കുറച്ച് ഫീൽ ഗുഡ് പരിപാടിയിലേക്ക് പോവാം. പുടി കിട്ടിയ Unplugged. Yes. Okay, ready? Yes. നമ്മുടെ സഞ്ജയ് കുട്ടൻ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. Okay. Okay, വെൽക്കം സഞ്ജയ്. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി ആ ആ ആ രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാരില്ല കോലായിൽ പൂവേളി പുൽപായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി പാടിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി പാടിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ മച്ചിലെ ശ്രീദേവിയായി മംഗലപ്പാലയിൽ മലർക്കൂടമായി മണിനാഗക്കാവിലെ മൺവിളക്കായി രാത്തിങ്കൾ പൂത്താലി ചാർത്തി കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിണയും നിന്നെ മറ്റൊരു ശ്രീലക്ഷ്മിയാക്കി താമരപ്പൂവിതൾ നീ തൊടുമ്പോൾ തരളമിൻ സ്വപ്നവും പനിത്തങ്കമായി രാത്തിങ്കൾ പൂത്താലി ചാർത്തി
കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാരില്ല കോലായിൽ പൂവേളി പുൽപ്പായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു. ഗുഡ് 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 ഗുഡ്. സഞ്ജയ് ഇരുന്നൊക്കെ പാടിയിട്ട് എങ്ങനെയുണ്ട് സഞ്ജയ്? നല്ല സുഖമുണ്ട്. ആണോ? ഇതാണോ നല്ലത്? ഇരുന്ന് പാടുന്നതാണോ നിന്ന് പാടുന്നതാണോ? അത് ഇന്ന് പാടുന്നതാ. ഇവൻ തന്നെ രണ്ടും പറയുന്നു സാർ. നീ പറഞ്ഞോ നിനക്ക് ഇനി മുതൽ ഇരുന്ന് പാടണോ നിന്ന് പാടണോ? നിന്ന് പാടിയാ മതി. നിന്ന് പാടിയാ മതിയോ? ഓക്കെ, ചോദിച്ചു വെക്കാം. ശരത് സാർ. സഞ്ജയ് സാറേ, ഇരുന്ന് പാടുമ്പോ അതിനൊരു സുഖമില്ല, കുറച്ചും കൂടെ റിലാക്സ്ഡ് അല്ലേ? ഞാൻ നിന്ന് പാടി ശീലമുള്ളത് കൊണ്ട് എനിക്ക് നിന്ന് പാടിയാ ചിലത് നമുക്ക് അങ്ങനെ നിന്ന് പാടുമ്പോഴാണ് അതിനൊരു ഒരു വൈബ് ഉണ്ടാവുന്നത്. ഇതൊക്കെ ഇരുന്നും പാടാൻ രസമല്ലേ സാറേ? പക്ഷെ മോനെ നന്നായിട്ട് പാടിയടാ കേട്ടോ, നന്നായിട്ട് പാടി നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ആകെ വീഴുമീ ആണ് വീണത്. നമുക്കത് കൃത്യമാക്കിയാലോ? പാടിരുൾ വീഴുമീ നാലു കെട്ടിൽ. അടുത്തത് പാടും. പാടിരുൾ വീഴുമീ മീ 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 വീഴുമീ നാലു. അതൊന്ന് സുഖമായിട്ട് വന്നാ മതി, അതേ ഉള്ളു മോനെ. പിന്നെ ഈ ലോ പോർഷനില്ലേ ഇപ്പൊ അനുപല്ലവി പാടി നിർത്തുന്ന മണിനാഗക്കാവിലെ അതൊന്ന് പാടാമോ? മണിനാഗക്കാവിലെ മൺവിളക്കായി മൺവിളക്കായി. അതൊക്കെ ഒന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റി കേട്ടാ മതി. നീ കൊച്ചല്ലേ, ഇപ്പൊ എത്രയായി വയസ്സ്? 18. പിഞ്ച് പൈതൽ, നിനക്ക് ഇത്രയെങ്കിലും നീ പാടിയല്ലേ ഈ വയസ്സിൽ. ഓ സമ്മതിക്കണോടാ, സമ്മതിക്കണം മോനെ. അതേ ഉള്ളടാ, ബാക്കിയൊക്കെ മനോഹരമായിട്ട് തന്നെ പാടി. കാര്യം നല്ലൊരു പാട്ടുകാരനാണ് നീ, അതിലൊരു ഡൗട്ടും ഇല്ല കേട്ടോ. അത്രേ ഉള്ളു സഞ്ജയ്. എടാ സഞ്ജയ് സാറേ, ഉഗ്രനായിട്ട് പാടണം. ഇപ്പൊ എങ്ങനെ ഈ സ്പീച്ച് തെറാപ്പി അങ്ങനെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെയല്ല, മാക്സിമം ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള പ്രാക്ടീസ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്യാറുണ്ട്. അത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, നമുക്കൊരു 22 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് എന്തായിരിക്കും ബേസ് എന്നുള്ളത്. അപ്പൊ ആ ബേസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ലാരിറ്റി എന്ന് പറയുന്നത്. കാരണം പ്ലേ ബാക്കിന് നമുക്ക് എന്തായാലും ആ ഒരു ക്ലാരിറ്റി കൊണ്ട്, അപ്പൊ ആ ഒരു ട്രെയിനിങ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വാക്കുകളുടെ ക്ലാരിറ്റി കൊണ്ട് അത് ഈസിലി നടക്കുന്നൊരു കാര്യമാണ്. നമുക്ക് കണ്ടിന്യൂസ് ആ ഒരു ഡെഡിക്കേഷൻ വേണമെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ വീഴുമി അവിടെയാണ് വീണത്. പിന്നെ കാവടി ആടുമി അവിടെയും ചെറിയൊരു സ്ലിപ്പ് പോലെ. ബാക്കി നന്നായിട്ട് തന്നെ പാടിയിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അഗൈൻ ജോൺസൺ മാഷ്, എന്താ പറയാ, ഇപ്പോഴും ടൈംലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട്. ഇതൊക്കെ എന്താ പറയാ, ഒരു മ്യൂസിക്കിന് ഭയങ്കര ഇന്നസെൻസ് ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഉണ്ടായ കുറേ പാട്ടുകളിലുള്ള ഒരു പാട്ട്. അത്രേ ഉള്ളൂ മോനെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി. സഞ്ജയ്, ഉഗ്രം പാട്ട്, സോങ് സെലക്ഷൻ കലക്കി, അൺപ്ലഗ്ഡ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയൊരു കയ്യടി. സഞ്ജയ് മനോഹരമായിട്ട് പാടി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് തോന്നിയ ഒരു സജഷൻ എന്താന്ന് വെച്ചാൽ, സഞ്ജയ് പാടുമ്പോൾ ഇപ്പം നല്ല ഹെവി ഓർക്കസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഈ ത്രോ നല്ല രസമാണ്. ഈ കൊടുക്കുന്ന ത്രോ ഇങ്ങനെ ഒരു അൺപ്ലഗ്ഡ് സെഷൻ വരുമ്പോൾ അവൻ കുറച്ചുകൂടി ലൗഡായി പോയോ എന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കുറച്ചുകൂടി ഒന്ന് വോയിസിൽ ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവരാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഒതുക്കാനല്ല, പക്ഷെ എന്നാലും ആ ഒരു ഹെവി ആയിട്ടുള്ള വോയിസിനെ ഒന്ന് സോഫ്റ്റ് ആക്കി കുറച്ച് ആ ഒരു ഫീല് കൊണ്ടുവരാനുള്ളൊരു ശ്രമം കൂടി നടത്തണം. അല്ലാതെ മനോഹരമായിട്ട് പാടി, പറഞ്ഞ മാതിരി നമ്മുടെ ജോൺസൺ മാഷിയുടെ എത്രയോ മനോഹരമായ പാട്ടുകളുണ്ട്. അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എസ്പെഷ്യലി ഈ പുഴയും കടന്നെന്ന് പറഞ്ഞ ചിത്രത്തിനകത്തുള്ള എല്ലാ പാട്ടുകളും നമുക്കൊക്കെ വളരെ അധികം ഇഷ്ടമാണ്. അതിൽ ഒരു റെയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ചിത്ര ചേച്ചിയും സുജാ ചേച്ചിയും തമ്മിലുള്ള ഡ്യുവറ്റ്. അപ്പം അങ്ങനെ അതും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയും. അപ്പം എനിക്ക് ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ ഇതിലെ എല്ലാ പാട്ടുകളും
സൂപ്പറാണ്. ഈ സെലക്ഷന് സഞ്ജയ്ക്ക് ഒരു വലിയൊരു കയ്യടി. Thank you. നന്നായി പാടി മോനെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. കേൾക്കാം ശരത് സർ. സഞ്ജയ് സാറേ. 9.4 മാർക്ക്. ഓ താങ്ക് യു സാറേ. താങ്ക് യു താങ്ക് യു സർ. ചേച്ചി. സഞ്ജയ് മാം. 9.3 മാർക്സ്. ഓ താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ഷാനിക്ക. സഞ്ജയ്. സാറേ. താങ്ക് യു സാർ. ഓക്കെ, സോ ടോട്ടൽ 18.7. സൂപ്പർ. താങ്ക് യു. Welcome back to Amrithveni Live Speed Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, Yes. ഒരു ഫാമിലി റൗണ്ട് കാണാം. ആവാം. ഓക്കെ, കുറെ ആളുകൾ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്താണ് അവരുടെ തീം ഒന്നും നമുക്ക് അറിയില്ല, ഏത് പാട്ടാന്നും അറിയില്ല. നമുക്ക് കാണാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ശ്രേയ ആൻഡ് ഫാമിലി. കരയല്ലേ കരയല്ലേ ആവേ. ബാനു, ആ അമ്മേ, നീ ഡിവോഴ്സിന് സമ്മതിക്കൂലല്ലേ? എന്റെ മോനൊരു ഭാവിയുള്ളതാ, നീ ആയിട്ട് അത് തടസ്സം നിൽക്കരുത്. മര്യാദയ്ക്കൊപ്പിട്. ഏട്ടാ അമ്മ വന്നിട്ടുണ്ട്. ഏട്ടൻ കേട്ട് വാ, നമുക്ക് സംസാരിക്കാലോ. ഭാനു, എൻ്റെ തീരുമാനം അമ്മ പറഞ്ഞത്. നീ അത് പെട്ടെന്ന് സൈൻ ചെയ്യാൻ നോക്ക്. അടുത്ത മാസം എൻ്റെ കല്യാണം നിശ്ചയിച്ചേക്കുക. അപ്പോ നമ്മുടെ മോള്? മോൾ എൻ്റെ മാത്രമല്ലല്ലോ, നിന്റെയും കൂടിയല്ലേ. എനിക്ക് എൻ്റെ ഫ്യൂച്ചർ നോക്കിയേ പറ്റൂ. അങ്ങനെ പറയല്ല ഏട്ടാ, ഞാനും മോളും തനിച്ചായി പോവും. ഞങ്ങൾക്ക് ആരാ ഉള്ളേ? ഹലോ ഏട്ടാ. ഇനി നീ എന്താച്ചാ ചെയ്തോ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരു പൂവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല, എന്തു പറഞ്ഞാൽ
എന്തു പറ്റി? എന്താ മോളെ? ഏയ് ഒന്നുമില്ല അമ്മ. കയ്യിലെന്താ നോക്കട്ടെ? ചോരയോ? വാ ഹോസ്പിറ്റലിൽ പോവാ. മോളെ, അയ്യോ മോളെ. അമ്മേ, ദൈവം, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയേ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അമ്മ ഇത് അറിയരുതെന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. അമ്മ സങ്കടപ്പെടാണ്ടിരിക്കാനാ ഞാൻ പറയാഞ്ഞ്. മോളെ, എന്തൊക്കെ ഈ പറയണേ മോളെ? എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമാ. മോളെ, മോളെ, മോളെ. Welcome back to Amrithveni Live with Superstar Senior, powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം ഈ ഒരു പെർഫോമൻസിന്. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് ആ ഒരു ഹാപ്പിനെസ്സിലൂടെ ഫുൾ നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ക്ലൈമാക്സിൽ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഈ ഒരു തീമില് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ. ഓരോരുത്തരും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായി. ഹലോ, നമ്മളെപ്പോഴും നമ്മുടെ ഈ ഫ്ലോറിൽ മെൻഷൻ ചെയ്യുന്ന ഒരാളാണിത് ശ്രേയയുടെ അമ്മ. ശ്രേയക്ക് എപ്പോഴും ഫുൾ സപ്പോർട്ടായിട്ട് ശ്രേയനെ എങ്ങനെ ഒരു സ്റ്റേജിൽ ഭംഗിയായിട്ട് നിർത്തണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പാട്ട് വന്ന് പാടുക എന്നുള്ളതാണ് അവളുടെ ഡ്യൂട്ടി. ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്നത്. ഈ ഒരു കണ്ടന്റ് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു സമയം തൊട്ട് അമ്മ ഇരുന്ന് കരയുമായിരുന്നു. എന്താ വെച്ചാൽ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷനിൽ കടന്നു വന്നിട്ടുള്ളതാണ്. അപ്പം നമ്മളെ സ്റ്റോറി തന്നെ നമുക്ക് ഒരു പാർട്ടായിട്ട് വരുമ്പോൾ ഒരു വിഷമം ഉണ്ടായി, അത്രയേ ഉള്ളൂ. പാറു, ഈ തുടങ്ങിയ കണ്ടില്ലേ നീ? അതെ, അവിടെ നിന്ന് ഒരു നൈറ്റ് ഇട്ട് അപ്പോഴേ എനിക്കറിയാം ഉള്ള സാരി എല്ലാം ഇവിടെ എടുത്തോണ്ട് വന്ന് പാവാടയാക്കിയത്. അതിന്റെ ഒരു കോലമായിരിക്കും. പിന്നെ നോക്കിയപ്പോ ഈ കഥാപാത്രം ഇതൊക്കെ ആരാണ് പറയൂ? ഇത് അമ്മയുടെ അനിയത്തിയാണ്, ചെറിയമ്മ ശോഭ. ടൈലറാണ്, ഡാൻസറാണ്. നിങ്ങളുടെ കുടുംബത്തോടെ ടൈലേഴ്സാണോ? പിറങ്ങിണിയോ? ഇത് നമ്മുടെ ചേച്ചിയുടെ മോളാണ്. അതാണോ കുടുംബം? ഞങ്ങളെല്ലാരും കുടുംബക്കാരാണ്. എല്ലാരും കുടുംബക്കാരായി. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോ തൊട്ടേ അമ്മ ഭയങ്കര ഇല്ല, എനിക്ക് ഒരു എന്താ വെച്ചാല് നമ്മൾ ആഗ്രഹിക്കണില്ലല്ലോ നമ്മളെ ഉള്ള സമയത്ത് ഒരു മകൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യണില്ലല്ലോ. അപ്പം അത് കേട്ട പാടന്നെ സത്യം പറഞ്ഞ് ഞാൻ ചോറ് കഴിക്കായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ കിടക്കടച്ചിട്ട് കണ്ണീര് ഇങ്ങനെ വരും. പിന്നെ ഞാൻ എന്നെ മനസ്സിലായി അതൊരു ക്യാരക്ടറല്ലേ, നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അത് ഓക്കെ ആക്കി. അല്ല, അമ്മയെ നിർത്തിക്കൊണ്ട് നമ്മളെ ശ്രേയടുത്ത് എന്തായാലും അമ്മയെ കുറിച്ച് ചോദിക്കണം. കാരണം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണത്. പറ. അമ്മ എന്ന് പറയുമ്പം ഒരു സിംഗിൾ മദറാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ മൂന്നാളും ഒരു ലോകമാണ്. ഞാൻ ചേച്ചിയുണ്ട്, അപ്പം ചേച്ചിയും ഞാനും അമ്മയും ഒരു ലോകമാണ്. പിന്നെ അവിടെ അമ്മ എന്താ പറയുക, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഭയങ്കര സ്നേഹമാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, അമ്മയും മക്കളും പോലെ അല്ല, ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാണ്. അമ്മ ഇപ്പൊ പ്രോഗ്രാംസിനൊക്കെ എപ്പോഴും ശ്രേയയുടെ കൂടെ ചെറുപ്പം മുതൽക്ക് ഞാൻ പ്രോഗ്രാംസിന് പോകുമ്പോൾ അവളെ കൂടെ ഉണ്ടാവാറുണ്ട്. ചെറുതിന്റെ കയ്യിലൊന്നും കൊടുത്തേ. ഹായ്. ഈ ഫാമിലിയിലാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ അവയുടെ ഫാമിലിയിലെ? ആരത്? മേമയാണോ അത്? മേമ എങ്ങനെയാള്? മക്കളെ പറഞ്ഞോ, എന്തെങ്കിലും അലമ്പാണെങ്കിൽ പറഞ്ഞോടാ. പാവാണോ കുറുമ്പിയാണോ? കൊച്ചിനെ എടുത്തിട്ട് ഇടിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പെർഫോമൻസിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തൊരു കാര്യം, മഞ്ജരി ചേച്ചി ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. ചേച്ചി ബേസിക്കലി ഒരു അമ്മ മകൾ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ
എനിക്ക് എൻ്റെ അമ്മേനെയാണ് ഞാൻ ആ ഒരു സ്ഥാനത്ത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വല്ലാണ്ട് അത് റിലേറ്റ് ചെയ്തു. പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പം ശ്രേയയുടെ അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നല്ല രസകരമായിട്ട് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആദ്യം ഒരു സിംഗിൾ മദർ ആയത് എങ്ങനെയെന്നുള്ളതാണല്ലോ ആദ്യം കാണിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നെ ആ കുട്ടിയുടെ കൂടെ ഇരുന്നിട്ടുള്ള ആ കുറേ മൊമെൻറ്റ്സ്, അതായത് അമ്മയും മകളുമായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അമ്മ നമ്മളുടെ അടുത്ത് എങ്ങനെയാണെന്നല്ലോ. അപ്പോൾ എനിക്ക് അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി വളർന്നു. അതിനുശേഷം അതിമനോഹരമായ രീതിയിലാണ് അഭിനയിച്ചത്. ആ വോയിസ് മോഡുലേഷനൊക്കെ ശരിക്കും അത് ജീവിതത്തിലുള്ള ആ വേദനയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അത് ആ അമ്മയുടെ ആ മോളെ എന്നുള്ള ആ വിളിയും അതിലൊക്കെ ഒരു വല്ലാത്തൊരു വേദനയും ഒരു ഒറിജിനാലിറ്റിയും ഫീൽ ചെയ്തു. എനിക്ക് എൻ്റെ അമ്മേനെയൊക്കെ ഓർമ്മ വന്നു. എനിക്ക് അതെൻ്റെ ഒരു വികാരമാണ്. എനിക്ക് എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരിക്കലും അമ്മയിൽ നിന്നും മാറിയിട്ടുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടെ അമ്മയുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, ശരിക്കും അതിവിടെ കാണാൻ പറ്റി. ശരിക്കും അമ്മ എന്ന് പറയുന്ന ആ ശക്തി ഉണ്ടല്ലോ, ശരിക്കും ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ഒരുപാട് വേദനയുള്ള, ഇപ്പം എനിക്കിത് പറയുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനയാണ്. അപ്പം അത് ഇന്ന് ശരിക്കും ഇങ്ങനെ ഒരു ആക്ട് വന്നപ്പോഴത്തേക്ക് വല്ലാണ്ട് ഹൃദയത്തിൽ ടച്ച് ചെയ്തു. അത് ആ വേദന മാറുന്നില്ല. ബട്ട് ഹാറ്റ്സ് ഓഫ് അമ്മയ്ക്ക്. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ സിംഗിൾ മദർ ആയിട്ടുള്ള ഒരുപാട് അമ്മമാരുണ്ട്. അപ്പൊ അമ്മയ്ക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ അമ്മയുടെ ആ ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ജേർണി എങ്ങനെയായിരുന്നു അമ്മ? അല്ല, ആരും ആശ്രയിക്കാതെ ജീവിക്കുക എന്നാണ്. നമ്മളൊരു താങ്ങാൻ ആളുണ്ടാവുമ്പോഴാണ് തളർച്ച ഉണ്ടാവുക പറയുമല്ലോ. അപ്പോൾ ആരും ഡിപ്പെൻഡ് ചെയ്യരുത്. നമുക്കൊരു തൊഴിലുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ മാന്യമായിട്ട് നമ്മളെ പണിയെടുത്ത് ജീവിക്കുക. അതിലാരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരാളെ പേടിക്കേണ്ട ആവശ്യം. ഇത് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാം. അത് മാന്യമായ രീതിയിൽ അന്തസ്സായിട്ട് പോവാം. ഇത്രയും ഇതല്ലെങ്കിലും ശ്രേയയുടെ ഒരു സിറ്റുവേഷൻ ഞാൻ കടന്നു പോയ ഒരാളാണ്. ശ്രേയക്ക് ഈ നട്ടെല്ലിന് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ ഇതേപോലെ ആരുമില്ല, കോവിഡിന്റെ ടൈമായിരുന്നു. ഹോസ്പിറ്റലിൽ ഞാൻ മാത്രമാണ്. രാത്രി 12 മണിക്ക് പെയിൻ വന്നിട്ട് അവള് കിടന്ന് പെടയാ. മരുന്ന് മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ 7ാമത്തെ ബ്ലോക്കിലിട്ട് പോകണം. അപ്പൊ അവിടെ പോയിട്ട് വാങ്ങിച്ച് പോയിട്ട് ഇവിടെ അടുത്ത ആളില്ല. പോയി പകുതി വഴിക്ക് ഞാൻ തിരിച്ച് കടന്നെ മരുന്ന് മേടിക്കാതെ തിരിച്ചു പോന്നിട്ട് ഞാൻ കിടന്നിട്ട് അവളൊരു പൊസിഷനിൽ ഞാൻ കിടത്തും. ആ കിടത്തിയിട്ട് അവളെ കാലൊക്കെ മേലിട്ടിട്ട് എൻ്റെ മേലെ കടന്നു കഴിഞ്ഞാൽ അപ്പൊ കുറച്ച് അവൾക്ക് സുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയേ കിടക്കുക ചെയ്യാം. ചിലപ്പം നേരം വെളുക്കണ സമയത്ത് എൻ്റെ ഒരു സൈഡ് മരവിച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു സത്യത്തിൽ അതൊക്കെ ഞാൻ ഓർത്തുപോയി. അതൊന്നും സാരില്ല. ഇപ്പൊ നോക്ക്, ഈ ഒരു ഫ്ലോറിൽ ഇത്രയും വലിയൊരു ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പൊ ഞാൻ പറയണെങ്കിൽ അവള് കാരണമാണ് ഞാൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് വരാൻ പറ്റില്ല. അത് അതിമനോഹരമായിരുന്നു. ഞങ്ങളുടെ ഒക്കെ ഹൃദയത്തിൽ തൊട്ടു. എന്തായാലും കാണുന്ന പ്രേക്ഷകരും ഇത് എല്ലാവരും അവരുടെ വീട്ടിലവർക്ക് അത് ഫീൽ ചെയ്യും ഈ ഒരു പെർഫോമൻസ്. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിന്റെ ജഡ്ജ്മെന്റിലേക്കോ. ശ്രേയ നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ നിങ്ങളുടെ ഇവിടെയുള്ള ആക്ട് നമ്മളെ സത്യം പറഞ്ഞാലും വിഷമിപ്പിച്ചു. കാര്യം ഹൃദയമുള്ള ആർക്കാണെങ്കിലും അത് കണ്ടാൽ വിഷമം വരും. അപ്പൊ എല്ലാരും മനോഹരമായിട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു സെറ്റപ്പ് നമുക്ക് ഹൃദയത്തിൽ വേദന ജനിപ്പിച്ചെങ്കിലും ഐറ്റം നന്നായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കിങ്ങനെ ഈ നെഗറ്റീവ് സാധനങ്ങളോട് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പൊ ഇനി നമുക്ക് പാട്ടിലേക്ക് വരാം. നന്നായിട്ട് പാടി. എനിക്ക് ആ പിന്നെയും നീ അത് ആ സിംഗപ്പേഷൻ എന്താണ് ശ്രേയ ഉദ്ദേശിച്ചത്? പിന്നെയും പിന്നെയും നീ എന്നാണോ? അതിനപ്പോ അതിന് കുറച്ച് സോഫ്റ്റ് ആയിക്കോ, അല്ലെങ്കിൽ പിന്നെയും നീ അമ്പ് പോലെ അങ്ങനെയാണ് കേൾക്കണേ. പിന്നെയും നീ, അപ്പൊ അത് അമ്പ് ഇത് തലയെ കൊണ്ടെന്നൊക്കെ ആവും. അത് വേണ്ട, പിന്നെയും നീ. അത് പാടുമ്പോ അങ്ങനെ പാടണം കേട്ടോ. പിന്നെ എനിക്ക് ആ സ്ലിപ്പായ ചേട്ടൻ മാത്രം ഒന്ന് പാടാമോ? എന്നും കുഴപ്പമില്ല. അത് കൃത്യമായിക്കോണം കേട്ടോ. അതേ ഉള്ളു ശ്രേയ.
വേറെ കാര്യമൊന്നും. ബാക്കിയൊക്കെ നല്ല മനോഹരമായിരുന്നു. നല്ല സുഖമുള്ള ഒരു പാട്ട്, നല്ല വളരെ രസകരമായിട്ട് വളരെ പോസിറ്റീവായിട്ടൊരു പാട്ടാണിത്. മൊത്തത്തിൽ ആക്ട് നല്ലതായിരുന്നടാ. പാട്ട് നന്നായിട്ട് തന്നെ പാടും. താങ്ക് യു സർ. എന്നാ പിന്നെ നമുക്ക് ഇവരെ അങ്ങോട്ട് ഇരുത്താം, കുറെ നേരം നിന്ന് കാല് കഴിക്കും. അതെ അതെ അതെ. ഷാനിക്ക, ഭയങ്കര ഒരു ഇമോഷണൽ ഡ്രൈവായിരുന്നു ഇത്ര നേരം. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഇപ്പൊ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ അടുത്ത് വരെ ഞാൻ എൻ്റെ മമ്മീനെ വിളിച്ചിട്ട് ഞാൻ മമ്മി ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ മമ്മീനോട് പറഞ്ഞ് ഞാൻ പുലർച്ചെ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ട് നിനക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങളും മാറിക്കോളും. ഇത് പറയാൻ വേറെ ആരുമില്ല. അത് മതി, അത് മതി. വേറെ എന്താ വേണ്ടത്? ആ ഒരു വാക്ക് മാത്രം മതി. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് തന്നെ തോന്നും ഓക്കെ, പ്രശ്നങ്ങളൊക്കെ മാറും. കാരണം അവർ തമ്മിലുള്ള കണക്ഷൻ വേറെയാണ്. ക്ലോസ് ടു ഗോഡാണ് അമ്മ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അമൃത TV ചൂസ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും ഇവിടെ പ്രസന്റ് ചെയ്യുന്നതും എല്ലാ ഫാമിലിയും. കാരണം ഇപ്പം എന്ത് പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവി എന്നുള്ളത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രസന്റ് ചെയ്യാം. പുള്ളി ഷുഗർ കോട്ട് ചെയ്തിട്ട് നല്ല മുട്ടായി പരുവത്തിൽ ഇവിടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് സെയിം ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു റെലവെന്റ് ടോപ്പിക് എടുത്തിട്ട് അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇത് പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അതിന് ധൈര്യം വേണം. ഇപ്പൊ കഴിഞ്ഞ തവണ അർച്ചനയുടെ കേസാണെങ്കിലും ശരി, ഇത്തവണ ശ്രേയയുടെ കേസാണെങ്കിലും ശരി, റെലവെന്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ് ഇവിടെ അഡ്രസ്സ് ചെയ്തത്. അപ്പൊ അതിന് അമൃത TVക്കും സതീഷ് ഭായ്ക്കും വലിയൊരു കയ്യടി ഡെഫിനറ്റ്ലി ഡിസേർവ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഹോൾ ആക്ട് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. എക്സെപ്റ്റ് എൻഡിങ് അത് വേണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നി. കാരണം അത് നല്ലൊരു സന്തോഷത്തിൽ തന്നെ അതങ്ങ് തീർക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എന്ത് പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവേന്ന് അമ്മ മോളെ നോക്കിയിട്ട് കുറേ നേരം ആയിരുന്നു ആ വികാരമായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ശ്രേയ അമ്മയെ നോക്കിയിട്ട് എന്ത് പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വികാരം സെയിം ആണ് ഓൾമോസ്റ്റ്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു. അത് ഗംഭീരമായിരുന്നു. ആ ഒരു ഹോൾ ഐഡിയ സൂപ്പറായിരുന്നു. പിന്നെ പാടിയത് ഇപ്പം ശരത്തേണ്ണ പറഞ്ഞ അത് ഏതായിരുന്നു, എൻ്റെയും എന്നെയും അങ്ങനെ അതിനിടയിൽ എന്തോ ഒരു സിലബൽ വന്ന പോലെ തോന്നി. ബാക്കി അതർവൈസ് എല്ലാം ഒന്നാമത് അങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഈ ഫാമിലി റൗണ്ടിൽ. നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അവളതാ ഓടിപ്പോന്ന്, അമ്മ വരുന്നു, അത് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നന്നായിരുന്നു ശ്രേയ. One of your best performances. Thank you ഷാനിക്ക. ചേച്ചി ശ്രേയ, ഈ പാട്ട് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ശ്രേയക്ക് ഇത് എങ്ങനെ ഇത് പാടുന്നതാണ്. കാരണം തൊട്ടാൽ അപ്പം കരയുന്ന ഒരു പ്രകൃതമുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ശ്രേയയ്ക്ക് അറിയാം ലൈഫുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു സ്റ്റോറിയാണെന്നുള്ളത്. അപ്പം പൊതുവേ ഇപ്പം ഏത് സിംഗർ ആണെങ്കിലും ആര് പാടുകയാണെങ്കിലും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ, ആ പാട്ടിനകത്തുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇമോഷണൽ ആവും. അത് പാടാൻ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത്. പക്ഷെ എന്നാലും മോളത് ധൈര്യപുരസരം നല്ല ഭംഗിയായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവസാനമായപ്പോഴും എനിക്ക് മോളുടെ ഡയലോഗ് ഡെലിവറി ആയാലും ആ അമ്മയും മോളും തമ്മിലുള്ള ഡയലോഗ്സ് പോലും അതിൻ്റെ അകത്തൊരു ഇമോഷൻ ഉണ്ടായിരുന്നു. അത് വെറുതെ ഒരു പറയണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞ പോലെ തോന്നിയില്ല. ആ മോളെ എന്ന് വിളിക്കുന്ന, അമ്മ എന്ന് വിളിക്കുന്ന ആ സീക്വൻസ് ഇമോഷണൽ അതിൻ്റെ തലത്തിലായിരുന്നു. ശരിക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റിനൊരു വലിയൊരു കയ്യടി. കാരണം എക്സലൻ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സലൻ്റ് ആയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഡയലോഗിൻ്റെ ഇടയിലുള്ളതും എല്ലാം ഫാന്റാസ്റ്റിക് ആയിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോളും തളരാതെ തകരാതെ അസലായിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ. ശ്രേയ സർ 9.5 marks. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി 9.5 marks. താങ്ക് യു മാം. ഷാനിക്ക. ശ്രേയ ഒട്ടും കുറയ്ക്കുന്നില്ല. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 19. ഓക്കേടാ.